ഹായ് ഹലോ, ഞാൻ സരസുസൻ ഫ്രം സരസുസൻസ് ഹോം മെയ്ഡ് ഫുഡ് പ്രോഡക്ട്സ്. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബേബി പ്രോൺസ് പറ്റിച്ചതാണ്, അതായത് കൂനിപ്പൊടി പറ്റിച്ചത്. ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഇന്ന് ഫ്രഷ് ആയിട്ടുള്ള ബേബി പ്രോൺസ് വെച്ചിട്ടാണ് ഈ പറ്റിച്ചത് തയ്യാറാക്കുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. നമുക്ക് കൂനിപ്പൊടി പറ്റിച്ചത്, അതായത് ബേബി പ്രോൺസ് പറ്റിച്ചത് തയ്യാറാക്കി തുടങ്ങാം. അതിനായിട്ട് അരമുറി തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. 10 ചുമന്നുള്ളി ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 5 തണ്ട് കറിവേപ്പില, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി കൊത്തിയരിഞ്ഞത്, 5 പച്ചമുളക്, പച്ചമുളകിന് പകരം കാന്താരി മുളക് ചേർത്താലും മതിയാവും, 2 നുള്ള് ഉലുവപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു ചെറിയ കഷ്ണം പുളി വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചത്. ആദ്യം നമുക്ക് ഈ ചുമന്നുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ നല്ലപോലെ ഒന്ന് കൈകൊണ്ട് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് തേങ്ങ തിരുമിയതും കൂടെ ചേർത്ത് നല്ലപോലെ വീണ്ടും യോജിപ്പിച്ചെടുക്കാം. ഇതിലുള്ള തേങ്ങാപ്പാല് പുറത്തേക്ക് വരാത്ത രീതിയിൽ വേണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് മാറ്റി വെച്ച മഞ്ഞൾപ്പൊടിയും ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് ഇളക്കാം. പ്രോൺസിന് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടാം. ഇത്രയും നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം പറ്റിക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബേബി പ്രോൺസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് 200 ഗ്രാം ഉണ്ട്. ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്, കാരണം നമ്മുടെ ബേബി പ്രോൺസ് ഇല്ലെങ്കിൽ അങ്ങ് പൊടിഞ്ഞു പോകും. ഇതിലേക്ക് ചെറിയ അളവില് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ബേബി പ്രോൺസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/4 കപ്പ് വെള്ളം എന്ന് വേണമെങ്കിൽ പറയാം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളിയാണ്, ഇത് ഞാൻ 2ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ടിട്ട് നമുക്ക് സ്റ്റൗ ടോപ്പിലേക്ക് വെച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇതൊന്ന് ചൂടായി ആവി വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇത് സിമ്മിലിട്ടിട്ട് അടച്ചു വെച്ചു കൊടുക്കാം. ഇതിപ്പോ തിളച്ച് നല്ലപോലെ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. തിളക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പൊ ഇത് നല്ലപോലെ ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചട്ടി ഒന്ന് അടച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇതൊന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്കിത് തുറന്നിട്ട് ചുറ്റിച്ചു കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമുക്കതൊന്ന് ചെറുതായിട്ട് ഒതുക്കി വെച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ച് വീണ്ടും വറ്റിച്ചെടുക്കാം. വെള്ളം മുഴുവൻ വറ്റി വരുന്നത് വരെ ഇത് കുക്ക് ചെയ്തെടുക്കണം. വെള്ളം മുഴുവൻ വറ്റി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് 2-3 മിനിറ്റ് അടപ്പില്ലാതെ ചട്ടി ഓപ്പൺ ആക്കി തന്നെ വച്ചിരിക്കാം. അപ്പൊ ഇതിൽ ആവിയുടെ വെള്ളം ഉണ്ടെങ്കിൽ അതങ്ങ് മാറി നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബേബി പ്രോൺസ് പറ്റിച്ചത് അല്ലെങ്കിൽ കൂനിപ്പൊടി പറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. താങ്ക് യു ഫോർ വാച്ചിങ്.